ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചന വെളിച്ചത്തിൽ നാം യേശുക്രിസ്തു പഴയ നിയമത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി ന്യായപ്രമാണ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പല പ്രവചനങ്ങൾ പുതിയ നിയമ വെളിച്ചത്തിൽ കൂടി ഉറപ്പിച്ച് സ്ഥിരീകരിച്ച് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഉണ്ടായല്ലോ. അടുത്തതായി നമുക്ക് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള നിരീക്ഷണത്തെ അല്പമായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പുതിയ നിയമം മുഴുവൻ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരാമർശമാണല്ലോ. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി കീറി മുറിച്ച BC എന്നും AD എന്നും തിരിച്ച് ചരിത്രപുരുഷനായ യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയുടെ ആഴമായ അനുഭവങ്ങളും സംഭവങ്ങളും പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പിതാവായ ദൈവത്തിന്റെ വ്യക്തമായ വെളിപ്പെടുത്തലുകൾ, യേശുക്രിസ്തു തന്നെ പറ്റി തന്നെ വെളിപ്പെടുത്തുന്ന വിഷയങ്ങൾ, മറ്റുള്ളവർ അപ്പസ്തലന്മാർ ഉൾപ്പെടെയുള്ളവർ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന പരാമർശങ്ങൾ തുടങ്ങി ഈ 3 ആംഗിളിൽ നിന്ന് നമുക്ക് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് യേശുക്രിസ്തു ആരെന്ന് അസന്നിഗ്ധമായി വിലയിരുത്തുവാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് തിരുവചനത്തിലൂടെ ഈ വിഷയത്തെ അല്പമായി അവലോകനം ചെയ്യാം. ദൈവജനം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുമല്ലോ. വളരെ ഗൗരവമേറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഗഹനമേറിയ ഒരു വിഷയമാണ്. സത്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. തിരുവചനം വിശ്വസിക്കുന്നവർക്ക് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവിക സത്യങ്ങളെ തുറന്ന മനസ്സോടെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ വളരെ സിമ്പിളായ കാര്യമാണ്. പക്ഷേ അതൊത്തിരി ദുർവ്യാഖ്യാനം ചെയ്ത് അല്ലാത്ത തലത്തിലേക്ക് കൊണ്ടുപോയ ഒരു ദയനീയമായ ചിത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ദൈവജനം പ്രാർത്ഥനയോടെ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. ആദ്യമായി നമുക്ക് സർവ്വവല്ലഭനായ സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ഏകസത്യദൈവമായ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ ശ്രദ്ധിക്കാം. അതിൽ ആദ്യമായി ഒന്നാമതായി മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടേണം എന്ന് പറഞ്ഞു. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം യേശുക്രിസ്തുവിന് യേശു എന്ന് പേരിടണമെന്ന് പറയുന്നു. മറ്റൊന്ന്, ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള വ്യക്തിയാണ് യേശുക്രിസ്തു എന്നും അസന്നിഗ്ധമായി പറയുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ അതിൻ്റെ 2-ന്റെ 15-ാം വാക്യത്തിൽ മറ്റൊരു വാക്യം കാണാം. യേശുക്രിസ്തു മകൻ എന്ന് പിതാവായ ദൈവം സംബോധന ചെയ്യുന്ന ഒരു ഭാഗം പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നു: മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ച് വരുത്തും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പൊ എൻ്റെ മകൻ, അതായത് പിതാവായ ദൈവം പറയുകയാണ് യേശുക്രിസ്തുവിനെ പറ്റി, എൻ്റെ മകൻ. ഇവിടെയും യേശുക്രിസ്തു മകൻ എന്ന കൃത്യമായ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് നമുക്ക് നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം കാണാൻ കഴിയും. അതായത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പരാമർശമാണ് അവിടെ കാണുന്നത്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരാമർശത്തിൽ അതിൻ്റെ 31-ാം വാക്യം നമുക്കിങ്ങനെ വായിക്കുന്നല്ലോ: നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന പേർ വിളിക്കാൻ. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ഈ വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ, ഒന്ന്, ദൈവം യേശുക്രിസ്തുവിനെ യേശു എന്ന് പേരിടുന്നു. 2, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. പിന്നെ ദാവീദിന്റെ സിംഹാസനം യേശുവിന് കൊടുക്കുകയും യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കുകയും ചെയ്യും എന്ന് ഇതാ ദൈവം അരുളി ചെയ്യുന്ന തിരുവചന ഭാഗം. ദൈവം നേരിട്ടല്ല പറയുന്നത്,
അത് ഗബ്രിയേൽ ദൈവദൂതനിലൂടെ മറിയത്തോട് സംസാരിക്കുന്ന ഭാഗമാണ്. അതിന്റെ 35 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അതിലെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമാകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെയും ദൂതൻ പറയാണ് ദൈവപുത്രൻ എന്ന് യേശുക്രിസ്തു വിളിക്കപ്പെടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള അസന്നിഗ്ധമായ ഒരു സന്ദേശം ഇവിടെ നാം കാണുകയാണ്. വീണ്ടും നമുക്ക് മത്തായിയുടെ സുവിശേഷം തന്നെ അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാം വാക്യത്തിൽ ദൈവം നേരിട്ട് പറയുന്ന വിഷയമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവം നേരിട്ട് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് തന്നെ നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലും ഈ വാക്യം കാണാം. മർക്കോസിന്റെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇവിടെയും കണ്ടു ഇത്ര കൃത്യമായിട്ടാണ് യേശുക്രിസ്തുവിനെ പറ്റി പുത്രൻ എന്ന പദം പറയുന്നത്. വീണ്ടും നമ്മൾ ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോഴേക്കും അവിടെ കാണുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 3:22 കൃത്യമായിട്ട് ദൈവം അവിടെ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നൊരു പരാമർശമുണ്ട്. 3:22 വാക്യത്തിൽ പറയുകയാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. വീണ്ടും മത്തായിയുടെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദം. അത് വീണ്ടും ഇതേ വാക്യം തന്നെ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും 35-ാം വാക്യത്തിലും ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ പ്രിയപുത്രൻ എന്ന പിതാവായ ദൈവം തന്നെ യേശുക്രിസ്തുവിനെ പറ്റി അനേക പ്രാവശ്യം ആവർത്തിച്ചു പറയുന്ന ഒരു രംഗം. ദൈവം പറയുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് പറയാൻ ചിന്തിക്കാനോ ആവശ്യമില്ലല്ലോ. എൻ്റെ പ്രിയപുത്രൻ എന്ന് ദൈവം സന്നിഗ്ധമായി പറയുന്ന ഭാഗങ്ങൾ. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ അത്യുന്നതന്റെ പുത്രൻ എന്ന് മറ്റേ ദൈവദൂതൻ വഴി ദൈവം അരുളി ചെയ്യുന്ന ഭാഗം നാം കേൾക്കുകയുണ്ടായിരുന്നു. അതുപോലെ ദൈവപുത്രൻ എന്ന് ലൂക്കോസ് 1:35 പിതാ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് പറയുന്ന ഭാഗം നാം വായിക്കുകയുണ്ടായി. ഇങ്ങനെ യേശുക്രിസ്തുവിനെ പറ്റി 3-4 പരാമർശങ്ങൾ. 1 യേശു എന്ന പേർ, 2 എൻ്റെ മകൻ എന്ന് ദൈവം പറയുന്നു, 3 എൻ്റെ പ്രിയപുത്രൻ എന്ന് നീവിനെ ഞാൻ പ്രസാദിക്കുന്ന ചെവി കൊടുപ്പിൻ തുടങ്ങിയുള്ള വാക്യങ്ങൾ. പിന്നെ 1 അത്യുന്നതന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ തുടങ്ങി ഈ 4-5 വിശേഷങ്ങൾ കൃത്യമായി. പിന്നെ യേശു ഇസ്രായേൽ ജനത്തിന്റെ രാജാവായിരിക്കുമെന്ന് ദൈവം പറഞ്ഞ വിഷയം തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്രയും തിരുവചന ഭാഗത്തിലൂടെ തന്നെ നമുക്ക് വായിപ്പാനും കേൾപ്പാനും ശ്രദ്ധിപ്പാനും ഇടയായുള്ള ദൈവമക്കളെ, ഈ വിഷയങ്ങളെ പറ്റി അല്പം ഗൗരവമായി ചിന്തിക്കണമേ എന്ന് വിനയപൂർവ്വം ഓർപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാം വാക്യത്തിൽ യെശയ്യാപ്രവാചകനിലൂടെ അരുളി ചെയ്ത തിരുവചനം അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ അവൻ ഒടിച്ചു കളയുകയില്ല, പോയെന്ന തിരി എടുത്തു കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്ന് 17, 18, 19, 20 വാക്യങ്ങളിൽ 21 വാക്യങ്ങളിൽ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ് വായിച്ചത്. യെശയ്യാപ്രവാചന പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യങ്ങളിലും ഈ വാക്യം അവിടെയുള്ള വാക്യം ഇങ്ങോട്ട് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ യെശയ്യാപ്രവാചകനിലൂടെ ദൈവം തന്നെയാണല്ലോ സംസാരിച്ചത്. ആ സംസാരിച്ച ഭാഗം സ്ഥിരീകരിച്ചുകൊണ്ട് ഇവിടെ ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടെ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ദൈവം നേരിട്ട് പറഞ്ഞൊരു വിഷയമാണ്. അതുപോലെ തന്നെ അപ്പസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ വന്നാൽ വീണ്ടും നമുക്കിത് തന്നെ കാണാം. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ, ആ പദം ശ്രദ്ധിക്കൂ, തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ഇത് പത്രോസാണ് പറയുന്നത് ഓർക്കണമേ. യേശുക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച്. ഇത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവം തൻ്റെ ദാസനായ യേശുവിനെ. വീണ്ടും 4-ാം അധ്യായത്തിലേക്ക് വന്നാല് അതിൽ 26-ാം വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട്. അവന്റെ അവസാന ഭാഗം കാണുന്നു, എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. എന്നിട്ട് 27-ാം വാക്യം കേട്ടു, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കുകയാണ്. അവിടെ എന്ത് കൃത്യമായിട്ടാണ് പറഞ്ഞത് നോക്കി. അതായത് ദൈവത്തിന്റെ പരിശുദ്ധദാസനാണ് യേശു എന്ന് അപ്പസ്തോലൻ കൃത്യമായിട്ട് കോട്ട് ചെയ്യുകയാണ്. വീണ്ടും അതിന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആ 4-ാം അധ്യായത്തിൽ 30-ാം വാക്യമാണ്, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ. കണ്ടോ, വീണ്ടും പരിശുദ്ധദാസനായ യേശു. അത് പത്രോസാണ് പറയുന്നതെന്ന് ഓർക്കൂ. ഇത്ര കൃത്യമായ ആധികാരികമായി പറയുന്ന പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ പറ്റി പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധദാസനാണ് യേശു എന്ന്. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമല്ലേ ദൈവമക്കൾ? നമ്മള് സ്വയബുദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നതിനേക്കാൾ തിരുവചനം എന്ത് പറയുന്നു എന്ന് നോക്കൂ. ദൈവം തന്നെ യേശുക്രിസ്തുവിനെ പറ്റി ദാസൻ എന്ന് പറയുന്നു. പത്രോസ് അപ്പോസ്തലൻ അത് കോട്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും ആ പ്രാർത്ഥനാസ്വരത്തിൽ പരിശുദ്ധദാസനായ യേശു എന്ന് എടുത്തു പറയുന്ന ഭാഗവും ശ്രദ്ധിക്കൂ. അപ്പോൾ യേശുക്രിസ്തു ദാസൻ എന്ന ക്വാളിഫിക്കേഷന് കൃത്യമായിട്ട് വെളിപ്പെടുത്തപ്പെടുകയില്ലേ തിരുവചനത്തിലൂടെ. വീണ്ടും ഇതാ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, അതിനു മുൻപ് 2 ദൂതന്മാര് ഇവിടെ കല്ലറയിൽ പ്രത്യക്ഷപ്പെട്ടു സഹോദരിമാരോട് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോ അവിടെ അത് പറയുന്ന 7-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറയും. ഈ ദൂതന്മാര്, അതായത് ദൈവം പറഞ്ഞ വാക്യം ദൂതൻ പറഞ്ഞ് ഈ സഹോദരിമാരെ ഓർപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നത് മനുഷ്യപുത്രൻ എന്നും പറയുക. അപ്പൊ നമ്മൾ ഈ ചിന്തിച്ച ഭാഗത്തു നിന്ന് ദൈവം നേരിട്ട് പറയുന്ന വിഷയങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ പേരേശു എന്ന് സന്നിഗ്ധമായി പറയുന്നു. ദൈവം എന്റെ മകൻ എന്ന് പറയുന്നു, എന്റെ പ്രിയ പുത്രൻ എന്ന് പറയുന്നു, അത്യുന്നതന്റെ പുത്രൻ എന്ന് ലൂക്കോസിന്റെ 1-ാം അധ്യായം 32-ാം വാക്യത്തിനോട് വായിച്ചു കേട്ടല്ലോ. ദൈവപുത്രൻ എന്ന് ലൂക്കോസ് 1:35 കേട്ടു. പിന്നെ മത്തായി സുവിശേഷം 4:15 വെളിച്ചം എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ദാസൻ എന്ന പദം മത്തായി 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ തുടർന്നുള്ള വാക്യം നമ്മൾ കണ്ടല്ലോ. പ്രിയൻ, അതും 12:17, മത്തായി 12:17 കാണുന്നുണ്ട്. രാജാവ് എന്നുള്ള പദം, അത് ലൂക്കോസ് 1:33 രാജാവാകും എന്ന് പറയുന്നുണ്ട്. പിന്നെ നസറേയനായ യേശു എന്നുള്ള പദമുണ്ട്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ലൂക്കോസ് 2:11 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ക്രിസ്തു എന്ന് 2:26 ലൂക്കോസ് 2:26 കാണുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ദൈവം തന്നെ യേശു ക്രിസ്തുവിനെ പറ്റി പരാമർശിക്കുന്ന പദങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെയെല്ലാം കൃത്യമായി ദൈവം യേശുക്രിസ്തുവിനെ പറയുന്ന വാക്യങ്ങളായതുകൊണ്ട് അതിനപ്പുറം കടന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ തനിമയിൽ നമുക്ക് എടുത്താൽ പോരെ? അതല്ലേ വേണ്ടത്. ദൈവം പറയുന്ന വാക്കിനേക്കാൾ അപ്പുറം കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ദൈവജനം ഈ ഭാഗം ഗൗരവമായി ചിന്തിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഭാഗം ഇവിടെ വിടുകയാണ്. അടുത്തതായി നമുക്ക് കർത്താവായ യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. ഞാനത് വിശദീകരിക്കുന്നില്ല, അതിൻ്റെ റെഫറൻസസ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അത് വിശദീകരിക്കാൻ പോയാൽ വളരെ നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് വിശദീകരണമില്ലാതെ അതിൻ്റെ റെഫറൻസസ് മാത്രം പറയുന്നു. ദൈവവചനം ആ വാക്യങ്ങൾ ആ റെഫറൻസസ് അനുസരിച്ച് തിരുവചനത്തിൽ നിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമേ എന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. മൂന്നാമത് മെശിഹ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ
ശമര്യക്കാരത്തിയോ സ്ത്രീയോട് യേശു പറയുന്നു, ഞാനാണ് ആ മെശിഹ. 4:26. അതുപോലെ 13:19 യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന് 19-ാം വാക്യത്തിലും മഷിഹ എന്ന് കാണുന്നുണ്ട്. ഏകജാതൻ എന്ന പദം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-18 വാക്യങ്ങളിൽ നമുക്ക് കാണാം. യേശു കർത്താവാണ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പുത്രൻ യോഹന്നാന്റെ സുവിശേഷം 3:17, 5:19, 21, 22, 26 തുടങ്ങിയ വാക്യങ്ങൾ. 8-ാം അധ്യായത്തിന് 36, 24-36, മത്തായി 14-ാം അധ്യായത്തിന്റെ 61, 62 വാക്യങ്ങൾ. ഇവിടെയൊക്കെ പുത്രൻ എന്ന പദം നമുക്ക് കാണാം. യേശു തന്നെ പറ്റി പറയുകയാണ് തൻ പുത്രനാണ്. തുടർന്ന് കർത്താവ് തന്നെ പറ്റി പറയുകയാണ് താൻ വെളിച്ചമാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 8:12, 9:5, 12:35, 36, 46 വാക്യങ്ങളിൽ താൻ വെളിച്ചമാണ് എന്ന് പറയുന്നു. അടുത്തത് താൻ തന്നെ പറ്റി പറയുകയാണ് താൻ ക്രിസ്തു ആകുന്നുവെന്ന്. ആ വാക്യങ്ങൾ നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും 23:10, മർക്കോസ് 14:61, 62 വാക്യങ്ങളിലും, ലൂക്കോസ് 4:41, 24:36, 46 തുടങ്ങിയ വാക്യങ്ങളിലും, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലും യേശു ക്രിസ്തു തന്നെ പറ്റി താൻ ക്രിസ്തു ആകുന്നു എന്ന് തെളിയിക്കുന്ന തിരുവചന ഭാഗങ്ങൾ കാണാം. അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണല്ലോ. ശ്രദ്ധിക്കുമല്ലോ ദൈവജനം. യേശു ക്രിസ്തു തന്നെ പറ്റി താൻ കർത്താവാണ് എന്ന് പറയുന്ന തിരുവചന ഭാഗങ്ങൾ ദൈവജനം ഒന്ന് ശ്രദ്ധിക്കണമേ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം, 26-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, മർക്കോസ് 11:3, 5:19, ലൂക്കോസ് 6:5, 9:61, 10-ാം അധ്യായത്തിന്റെ 17, 19:31 ഈ വാക്യങ്ങൾ. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 13:13 താൻ കർത്താവാണെന്ന് പറയുന്നു, 14-ാം വാക്യവും. അതുപോലെ 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും തന്നെ പറ്റി താൻ പറയുന്നു കർത്താവാകുന്നു എന്ന്. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രവാചകനാകുന്നു എന്ന് പറയുന്ന വാക്യങ്ങൾ കാണും. അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന് 57, ലൂക്കോസ് 4:24, 13-ാം അധ്യായത്തിന് 33, മർക്കോസ് 6:4, യോഹന്നാൻ 4:44 ഈ വാക്യങ്ങളിൽ യേശു പ്രവാചകനാണെന്ന് തന്നെ പറ്റി പറയുന്ന വാക്യങ്ങൾ നമുക്ക് കാണും. യേശു ക്രിസ്തു തന്നെ പറ്റി പറയുന്നു താൻ ദൈവപുത്രനാണെന്ന് തന്നെ പറ്റി താൻ തന്നെ പറയുന്ന വാക്യം. മത്തായിയുടെ സുവിശേഷം 26:63-64 വാക്യം, ലൂക്കോസ് 22:70, യോഹന്നാൻ 5:25, 9:35, 37, 10:36, 11:4, വെളിപ്പാട് പുസ്തകം 2:1, 8, 9-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ ദൈവപുത്രൻ എന്ന വെളിപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് ഗുരു, താൻ ഗുരുവാണെന്ന് പറയുന്ന വാക്യങ്ങൾ നോക്കും. മത്തായി 10:24, 25, 23:8, 26:18, യോഹന്നാൻ 13:13. താൻ രാജാവാണ് എന്ന് പറയുന്ന വാക്യങ്ങൾ നോക്കൂ. മത്തായി 25:34, 40, 27:11, മർക്കോസ് 15:2, ലൂക്കോസ് 23:3, യോഹന്നാൻ 18:37 ഈ വാക്യങ്ങളിൽ താൻ രാജാവാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും. അടുത്തായിട്ട് താൻ യേശു ക്രിസ്തു നിലവിടെ യേശു ക്രിസ്തു എന്ന പദം തന്നെ കാണും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അതിന്റെ 18:5, 8, അത് നസ്രായൻ എന്ന് കൂടി കാണും നമ്മൾ. ആദ്യനും അന്ത്യനും എന്ന് യേശു പറയുന്ന വാക്യം വെളിപ്പാട് പുസ്തകം 1:17 വാക്യത്തിലും 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും 22:13 കാണാം. ആൽഫയും ഒമേഗയും എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ. മണവാളൻ എന്ന് പറയുന്നു മത്തായി 9:15, 25:1, മർക്കോസ് 2:19, 20 വാക്യം, ലൂക്കോസ് 5:34, 35 വാക്യം. ദാവീദ് പുത്രൻ എന്ന് തന്നെ പറ്റി പറയുന്ന ഭാഗം മത്തയു 9:27, ലൂക്കോസ് 20:41. നായകൻ എന്ന് പറയുന്ന മാത്യു 23:10. യജമാനൻ എന്ന് തന്നെ പറ്റി പറയുന്നു മത്തയു 25:21. ദൈവപുത്രനായ ക്രിസ്തു എന്ന് തന്നെ പറ്റി പറയുന്ന വാക്യമാണ് അതിന്റെ മത്തായിയുടെ സുവിശേഷം 26:63, 64 വാക്യം.
മാത്യു 14:61-62 വാക്യങ്ങളും ഇതിനെ ആവർത്തിക്കുന്നുണ്ട്. ജ്ഞാനമാണ് എന്ന് പറയുന്ന വാക്യം ശ്രദ്ധിക്കൂ. സായി 11:16 മുതൽ 19 വാക്യങ്ങൾ. ലൂക്കോസ് 7:15, 11:49 വാക്യം, 11-ാം അധ്യായത്തിലെ 49-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ യേശുക്രിസ്തു തന്നെ പറ്റി പറയുന്ന തിരുവചന ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു അതുകൂടാതെയും ധാരാളം കാര്യങ്ങൾ, മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ധാരാളം റെഫറൻസസ് ഉണ്ട്. അത് റെഫറൻസസ് ഞാൻ പറയുന്നില്ല, കാരണം അത് കണ്ടമാനം വേണ്ടി പോകുന്നതുകൊണ്ട്, എല്ലാവർക്കും അറിയാവുന്ന വിഷയമായതുകൊണ്ട് അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജീവന്റെ അപ്പം എന്ന് യേശു തന്നെ പറ്റി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 35, 48, 51, 58 വാക്യങ്ങളിൽ ജീവന്റെ അപ്പമാണ് ഞാൻ എന്ന് യേശു തന്നെ പറ്റി പറയുന്നു. വാതിലാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7, 9 വാക്യങ്ങളിൽ കാണാം. നല്ല ഇടയൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-11, 14 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ദേവന്മാർ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 34, 35, 36 വാക്യങ്ങൾ. ഇതെനിക്ക് അല്പം സംശയമുള്ള ഒരു ഭാഗമാണ്. ആർക്കെങ്കിലും ഇത് ദേവന്മാരെന്ന് യേശു തന്നെ പറ്റി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിനെപ്പറ്റി വിശദീകരണം കൃത്യമായി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എനിക്കൊരു വിശദീകരണം തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ 82-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യവും 6-7 വാക്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ ദേവന്മാർ എന്നുള്ളത് ആരാണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ദേവന്മാരെന്ന് ഒത്തിരി സ്ഥലത്ത് പറയുന്നുമുണ്ട് തിരുവചനത്തിൽ, സങ്കീർത്തനങ്ങളിൽ പ്രത്യേകിച്ച്. അത് യേശുക്രിസ്തു ഈ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 34 പറയുമ്പോൾ അത് തന്നെപ്പറ്റി പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി വ്യക്തമായി മറ്റു വിശദീകരണം അറിയാവുന്നൊരു ദയവായി എനിക്ക് എന്നോട് ബന്ധപ്പെട്ടാൽ ഉപകാരമായിരുന്നു. പിന്നെ യേശു തന്നെ പറ്റി പറയുന്ന വഴിയാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അതിന്റെ 24-ാം വാക്യവും. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 25-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നമുക്കറിയാമല്ലോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ തന്നെ സത്യമാണ്, വഴിയാണ്, ജീവനാണ്. അപ്പൊ 3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. വഴി, സത്യം, ജീവൻ. ജീവൻ എന്നുള്ള പദം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും 11-25 കൂടി നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഓക്കെ. പിന്നെ മുന്തിരിവള്ളി എന്ന് യേശു തന്നെ പറ്റി പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 15:1-5. അവിടെ നമുക്കറിയാമല്ലോ ദൈവത്തെ തോട്ടക്കാരൻ എന്നാ പറയുന്നത്. നമ്മുടെ വിശ്വാസികളെല്ലാം യേശുക്രിസ്തുവിന്റെ മുന്തിരിവള്ളിയോട് ഒട്ടി നിൽക്കുന്ന ശാഖകളായിട്ടാണ് കർത്താവ് വിശദീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അടുത്തതായിട്ട് പുനരുത്ഥാനമാണ് യേശു എന്ന് തന്നെ പറ്റി പറയുന്നു. യോഹന്നാൻ 11:25. വിശുദ്ധൻ എന്ന മറ്റു വെളിപ്പാട് പുസ്തകം 3:7 പറയുന്നുണ്ട്. സത്യവാൻ എന്ന് വെളിപ്പാട് പുസ്തകം 3:7, 14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. വിശ്വസ്തൻ എന്ന് 3:14 കാണുന്നു. ഇതൊക്കെ ഓരോ പേര് കർത്താവ് തന്നെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. 33 സാക്ഷി എന്ന് പറയുന്ന 3:14 നമുക്ക് കാണാം, വെളിപ്പാട് പുസ്തകം 3:14. അതുപോലെ താനൊരു സൃഷ്ടിയാണ് എന്ന് കർത്താവ് തന്നെ പറയുന്ന വാക്യമാണ് വെളിപ്പാട് പുസ്തകം 3:14 നമുക്ക് കാണാൻ കഴിയും. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. അപ്പൊ യേശു സൃഷ്ടിയാണ് എന്ന് സ്വയം സമ്മതിക്കുന്ന, സ്വയം അംഗീകരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 3:14 എന്നെനിക്ക് തോന്നുന്നു. അവിടെ തന്നെ അതിൽ ആമേൻ എന്നും പറയുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ പറ്റി പറയുന്നു വെളിപ്പാട് 3:14 ആമേൻ. ആൽഫ്യമാകുന്നത് പലയിടത്ത് പറയുന്നുണ്ട്. ഒന്നാമനും ഒടുക്കത്തവനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. ദാവീദിന്റെ വേരും വംശവും എന്ന് പറയുന്നുണ്ട് വെളിപ്പാട് 22:16. പിന്നെ ആദ്യവും അന്തവും എന്ന് പറയുന്നു. ഉദയനക്ഷത്രം എന്ന് വെളിപ്പാട് 22:16 പറയുന്നു. കാര്യസ്ഥൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 14:16 പറയുന്നു. ഇങ്ങനെ തുടങ്ങി യേശുക്രിസ്തു തന്നെ പറ്റി പറയുന്ന ഒത്തിരി ക്വാളിഫിക്കേഷൻസ് നമുക്ക് ശ്രദ്ധിക്കാനിടയായല്ലോ. ഇതൊക്കെ ഒന്ന് ഗൗരവപൂർവ്വം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യൂ എന്ന് മാത്രമേ പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. ദൈവവചനം ഇതുകൂടാതെ യേശുക്രിസ്തുവിനെ പറ്റി
അപ്പോസ്തലന്മാരും മറ്റുള്ളവരും പല നിലവാരത്തിൽ യേശുവിനെ പരാമർശിക്കുന്ന വാക്യങ്ങൾ ധാരാളമുണ്ട്. ആ വാക്കുകൾ മാത്രം, യേശുവിനെ പറ്റിയുള്ള ക്വാളിഫിക്കേഷൻസ് മാത്രം ഞാൻ പറയുകയാണ്. റെഫറൻസൊക്കെ നമുക്കറിയാമല്ലോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് റെഫറൻസസ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന റെഫറൻസസ്. യേശു എന്ന് ധാരാളവട്ടം പറയുന്നുണ്ട്, മറ്റുള്ളവർ പറയുന്നു. നസ്രയനായ യേശു എന്ന് പറയുന്നു, യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നു, ദാവീദ് പുത്രൻ എന്ന് വിളിക്കുന്നു, ക്രിസ്തു എന്ന് വിളിക്കുന്നു, ദൈവത്തിന്റെ ഏകജാതൻ എന്ന് പറയുന്നു, ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പറയുന്നു, ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. കർത്താവ് ഇഷ്ടം പോലെ പറയുന്നുണ്ട് ധാരാളം സ്ഥലത്ത്. പ്രവാചകനും ഇഷ്ടം പോലെ പറയുന്നുണ്ട്. എൻ്റെ നാഥൻ എന്ന് പറയുന്നു. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ തെറ്റായി പറയുന്നുണ്ട്. ഏലിയാവ് എന്ന് വേറെ ചിലർ പറയുന്നു. രമ്യാവ് എന്ന് വേറെ ചിലർ പറയുന്നു. ഗുരു എന്ന് ഇഷ്ടം പോലെ ആളുകൾ പറയുന്നുണ്ട്. നായകൻ എന്ന് ചുരുക്കം ചില ഒന്ന് രണ്ട് സ്ഥലത്ത് ലൂക്കോസ് 16:13 പറയുന്നുണ്ട്. കുഞ്ഞാട് എന്നും നമുക്കറിയാം ധാരാളം സ്ഥലത്ത് യേശുക്രിസ്തുവിനെ പറയുന്നുണ്ട്. റബ്ബി എന്ന് പലരും വിളിക്കുന്നുണ്ട്. തച്ചൻ എന്ന് വിളിക്കുന്നതുണ്ട്. സത്യവാൻ എന്ന് വിളിക്കുന്നതുണ്ട്. രാജാവ് എന്ന് പറയുന്നതുണ്ട്. ഉപദേഷ്ടാവ് എന്ന് വിളിക്കുന്നതുണ്ട്. മഷിഹ എന്ന് പറയുന്നതുണ്ട്. ലോകരക്ഷിതാവ് എന്ന് ചിലർ പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ചിലർ പറയുന്നു. ദൈവം എന്ന് വേണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നമുക്ക് കാണാമല്ലോ. അതായത് എന്താ പറയുക, തോമാസ് ലീഹ പറയുന്നില്ലേ, എൻ്റെ കർത്താവിൻ്റെ ദൈവമായുള്ളവേ എന്ന് പറയുന്ന വാക്യം വേണമെങ്കിൽ ദൈവമെന്നും യേശുവിനെ വിളിച്ചു എന്ന് പറയാനൊരു വാക്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവപുത്രനായ ക്രിസ്തു എന്നും പലയിടത്ത് പറയുന്നുണ്ട്. സിംഹമാണ് എന്ന് പറയുന്നു. പിന്നെ ദാവീദിന്റെ വേരെന്ന് പറയുന്നു. ഇങ്ങനെ തുടങ്ങി യേശു ക്രിസ്തുവിനെ പറ്റി ഒത്തിരി ക്വാളിഫിക്കേഷൻസ് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ യേശു ആര് എന്ന് ദൈവജനം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവം നേരിട്ട് പറഞ്ഞതും യേശു ക്രിസ്തു തന്നെ പറ്റി പറഞ്ഞതും തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തികൾ യേശു ക്രിസ്തുവിനെ പറഞ്ഞ വാക്കുകളും വെച്ച് യേശു ക്രിസ്തു ആരാണ് എന്താണ് എന്ന് അവലോകനം ചെയ്ത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞ് ഈ ഭാഗം ഞാനിവിടെ വിടുകയാണ്. യേശു ക്രിസ്തുവിനെ പല നിലവാരത്തിൽ പല രൂപത്തിൽ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. അത് ഏതാണ് ശരിയെന്ന് ദൈവജനം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ദയവ് ചെയ്ത് പരിശോധിച്ച് കണ്ടെത്തി അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ എന്ന് പറഞ്ഞ് ആ ഭാഗം ഇവിടെ വിടുകയാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.